അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ അമ്മാ ബഅദ്. ബഹുമാനികളെ, കഴിഞ്ഞ ദിവസം നാം മനസ്സിലാക്കിയ കാര്യമാണ് അന്നൗമു അഖുൽ മൗത്തി. ഉറക്കമെന്നത് മരണത്തിൻ്റെ ഒരു സഹോദരനെ പോലെയാണ്. ഉറങ്ങുക എന്നത് ചെറിയ ഒരു മരണത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നതാണ് ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണല്ലോ ഉറക്കത്തിൽ നിന്നും നാം എഴുന്നേൽക്കുമ്പോൾ പറയുന്നത് അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വ ഇലൈഹിൻ നുശൂർ. അൽഹംദുലില്ലാഹില്ലദി, സർവസ്തുതികളും അള്ളാഹുവിനാകുന്നു. എങ്ങനെയുള്ള അള്ളാഹുവാണ്? അല്ലദി അഹ്യാന ബഅദമ അമാതന, മരിപ്പിച്ചതിന് ശേഷം പുനർജീവനം നൽകിയ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. വ ഇലൈഹിൻ നുശൂർ, അള്ളാഹുവിലേക്കാണ് മടക്കവും. ഇത് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നത്. അപ്പോൾ ഉറക്കം എന്നത് ഒരു ചെറിയ മരണമാണ്. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു ദിക്ർ പറയൽ സുന്നത്തുണ്ട്. അത് നാം വിട്ടുപോകാതെ, മടി കൂടാതെ, അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചൊല്ലാൻ ശ്രമിക്കണം. എന്താണ് നാം ആ ചെല്ലുന്നത്? ബിസ്മിക റബ്ബി വലഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹ വ ഇൻ അർസൽതഹ ഫഹ്ഫൾഹ ബിമാ തഹ്ഫളു ബിഹി ഇബാദക സ്വാലിഹീൻ. അർത്ഥം: ബിസ്മിക റബ്ബി, എൻ്റെ രക്ഷിതാവെ, അങ്ങയുടെ നാമം കൊണ്ട്, വലഅതു ജംബി, എൻ്റെ പാർശ്വഭാഗത്തെ, എൻ്റെ ശരീരത്തെ ഞാനിതാ കിടക്കയിലേക്ക്, വിരിപ്പിലേക്ക് വെക്കുകയാണ്. വബിക അർഫഉഹു, നിന്റെ സഹായം കൊണ്ടും നിന്റെ തൗഫീഖ് കൊണ്ടുമാണ് ഇനി ഞാൻ ഈ വിരിപ്പിൽ നിന്നും ഉണരുന്നതും എഴുന്നേൽക്കുന്നതും. ഇൻ അംസക്ത നഫ്സി, ഇപ്പോൾ ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. ഇൻ അംസക്ത നഫ്സി, എൻ്റെ റൂഹിനെ നീ പിടിച്ചു വെക്കുകയാണ് എങ്കിൽ, ഫർഹംഹ, ആ റൂഹിനോട് നീ കരുണ ചെയ്യണമേ. വ ഇൻ അർസൽതഹ, ഇനി നീ ആ റൂഹിനെ പിടിച്ചു വെച്ചിട്ടില്ല, എൻ്റെ ശരീരത്തിലേക്ക് പറഞ്ഞയക്കുകയാണെങ്കിൽ, ഫഹ്ഫൾഹ, നീ ആ റൂഹിനെ സൂക്ഷിക്കണമേ. ബിമാ തഹ്ഫളു ബിഹി ഇബാദക സ്വാലിഹീന, നിന്റെ സജ്ജനങ്ങളായ അടിമകളുടെ റൂഹിനെ നീ സംരക്ഷിച്ചതുപോലെ എൻ്റെ റൂഹിനെയും പാപങ്ങളിൽ നിന്നെല്ലാം, എല്ലാവിധ മുസീബത്തുകളിൽ നിന്നെല്ലാം എൻ്റെ റൂഹിനെ നീ സംരക്ഷിക്കണമേ എന്ന് ആണ് നാം ആ കിടക്കുന്ന സമയത്ത് പറയുന്ന ദുആ. ബിമാ തഹ്ഫളു ബിഹി ഇബാദക സ്വാലിഹീൻ, അല്ലാഹുവേ, എൻ്റെ റൂഹിനെ നീ സംരക്ഷിക്കണമേ എന്ന്. ബഹുമാനികളെ, വളരെ അർത്ഥസമ്പൂർണമായ നല്ലൊരു ദുആയാണ്. ഏറ്റവും നല്ല ഒരു പ്രാർത്ഥനയോടുകൂടെയാണ് നമ്മൾ കിടക്കുന്നത്. എൻ്റെ റൂഹ് നിന്റെ അടുക്കലേക്ക് വരികയാണ്. ആ റൂഹ് എല്ലാ ദിവസവും അള്ളാഹുവിനോട് അനുവാദം ചോദിക്കുന്നുണ്ട്. റബ്ബേ, ഞാൻ ശരീരത്തിലേക്ക് പോകണോ വേണ്ടയോ? അള്ളാഹു താല പോകണ്ട എന്ന് പറഞ്ഞാൽ അള്ളാഹു താല റൂഹിനെ അവിടെ പിടിച്ചു വെക്കലാണ്. പിന്നെ എന്താ സംഭവിക്കുന്നത്? ആ ഉറക്കത്തിൽ നാം മരണത്തെ വരിക്കുകയാണ്. പിന്നെ വന്ന് വിളിക്കുമ്പോൾ നമുക്ക് ഉണരാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഉറങ്ങുന്ന സമയത്തുള്ള ദിക്റും ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷമുള്ള ദിക്റിനെയും നാം വിട്ടുപോകാതെ സൂക്ഷിക്കണം. ബിസ്മിക റബ്ബി വലഅതു ജംബി എന്ന് പറയുന്ന ആ ദിക്ർ അർത്ഥസഹിതം തന്നെ മനസ്സിലാക്കി പതിവാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങളെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നേരിന്റെ മാർഗങ്ങൾ, പാതകൾ അല്ലാഹു തആല നമുക്ക് സുഗമമായിട്ട് തുറന്നു നൽകുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അള്ളാഹു ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. നമുക്ക് വേണ്ടപ്പെട്ടവർ പലരും ആറടി മണ്ണിലാണ്. അള്ളാഹു തആല അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.